പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലേക്ക് പോയി വന്നിട്ട് പിന്നെ അങ്ങനെ കിടന്ന് നീറ്റ് ഷാലിക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആയി കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ ഒന്ന് വീഡിയോ കൊടുക്കാൻ പറ്റുള്ള നേരം ഉണ്ടായില്ല. പക്ഷെ അധികം തിരക്കില്ല. നേരത്തെ പോണതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്നത്തെയും പോലെ തന്നെ പാത്രങ്ങൾ കഴുകുക, കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി, പാക്കറ്റ് ചപ്പാത്തിയാണ്. അതിലേക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി പിന്നെ കുഴക്കാനും പരത്താനൊന്നും ഇല്ലല്ലോ, അതങ്ങോട്ട് ചൂടുകയും ചെയ്യുക, അത്രയേ ഉള്ളൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് ചൂടാനും അത്രയേ ഉള്ളൂ പണി. വേഗം റോസ്റ്റ് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കാം. മുട്ട പൊഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ അരിയാം കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് പുഴുങ്ങാൻ വയ്ക്കാം. അത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളം, ലേശം ഉപ്പ്. ഇനി ഇതിവിടെ കിടന്നിട്ടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ വേഗം ഇവിടെ റെഡിയാക്കാം. ഓക്കെ. രാവിലെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണിയാണ് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ തോല് കളഞ്ഞ് അരിഞ്ഞ് പെറുക്കി വെക്കുന്നത്. തലേ ദിവസമൊക്കെ തൊലി കളഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കട്ട് ചെയ്താൽ മതി. പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ കുറച്ചും കൂടെ എളുപ്പമാവും. എൻ്റെ ചോപ്പർ കേട് വന്നു കേട്ടോ. പിന്നെ ഒന്നും എടുത്ത് തിരിക്കാനുള്ളതാണ്. ഒന്നാമത് എൻ്റെ കൈക്ക് വേദന, അത് തിരിക്കണ പാടുകൊണ്ട് എനിക്കിങ്ങനെ നിന്ന് അരിയണതാണ് കുറച്ചും കൂടെ ഈസി എനിക്ക് തോന്നി. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിനുള്ള റോസ്റ്റിലേക്കുള്ള എല്ലാ സവാളയും കുനുകുനാന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കൈ വെച്ച് അരിയുന്നതാണ് കുറച്ചുകൂടെ സ്പീഡ്. ഈ ഒരു നമ്മുടെ കട്ടിംഗ് ബോർഡല്ലേ, അതിനകത്ത് അരിയുമ്പോൾ ഇത്ര സ്പീഡ് കിട്ടില്ല കേട്ടോ. എനിക്ക് കൈമ തട്ടുമോ നെകത്തുമ്പോൾ തട്ടുമോ എന്നൊക്കെ പേടിയല്ല, എനിക്ക് അതിനെ തട്ടാറുണ്ട്. ഇങ്ങനെ കൈ വെച്ച് അരിയാണെങ്കിൽ ചടപടേന്ന് തന്നെ നമുക്ക് പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു, സവാള അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, തക്കാളി അരിഞ്ഞു. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് വേണമെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇടാം. നമ്മളിതൊന്നും ചെയ്യണില്ല. സിമ്പിളായിട്ടൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സിമ്പിളാണെങ്കിൽ നമ്മൾ ഈ കുക്കറിൽ എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാതെ, അങ്ങനെയല്ല നമ്മൾ വഴറ്റിയിട്ട്, ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊന്നും മാറുപാടില്ലാണ്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് പച്ചമുളക് ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെ ഇരിക്കട്ടെ. ഈ മുട്ട റോസ്റ്റിലേക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഈ സവാള അല്ലേ നല്ലോണം വഴണ്ട് വാടി വരില്ലേ വെച്ചാൽ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഈ സവാള വഴലാണ്ട് വെച്ചാൽ ഈ മൂക്കാതെ നമ്മൾ ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ടേസ്റ്റായിട്ട് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉള്ളി നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അത് തണുത്ത വെള്ളത്തിൽ ആക്കിയിട്ട് അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ അപ്പാടെ അങ്ങോട്ട് കഴുകി മോറി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്ത് വെറുതെ നിൽക്കണ്ടല്ലോ, ചപ്പാത്തി ചുട്ടെടുക്കുക. ഇവിടെ എല്ലാവരും ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവരും നേരം വൈകിട്ടാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ ഒരേ നേരത്താണ് എണീക്കുക. എന്നിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചായക്ക് ധൃതിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. മറ്റേത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കാട്ടിലും നല്ലത് ഇതാണെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചൂടോടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കയ്യിൽ നമ്മൾ ഇപ്പുറത്തെ റോസ്റ്റും അപ്പുറത്തെ കയ്യിൽ പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞ പോലെ രണ്ടും ഒരേ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ വേപ്പില ഇട്ട് കൊടുത്തു. ഇനി അതും കൂടെ ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. തക്കാളി ഒരു 2 വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതൊന്ന് വാടി വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പിഞ്ച് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ട. ഒരു നമ്മുടെ ഗരം മസാല ഇല്ലാത്തതിനെ കൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു പൊടിക്ക് ഒന്നങ്ങോട്ട് തൂവി കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറേണ്ട വരെ ഒന്നുകൂടെ നല്ലോണം ഇളക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കട്ടായി, ഞാനത് എടുത്തിട്ടില്ല, വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചെറിയൊരു 1/2 ഗ്ലാസ്
ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ ഗ്രേവി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിനകത്ത് മല്ലിച്ചപ്പ് ഇടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് മല്ലിച്ചപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ അത് മുട്ടയുടെയൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മുട്ട റോസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മുട്ടക്കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നാളികേരം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റിലേക്ക് നിന്നത്. മുട്ടക്കറിയാണെങ്കിൽ ഇതിനും കൂടെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എനിക്കിങ്ങനെ തൊലി കളഞ്ഞാലും ഇതൊന്നും കൂടെ വാഷ് ചെയ്താലേ ഒരു മനതൃപ്തി വരാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇതിങ്ങനെ പെറുക്കി ഇട്ട് കൊടുത്തു. എന്നിട്ടതിൻ്റെ ആ ഗ്രേവിയിൽ ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കതൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. വെച്ചാൽ എന്നാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കാമല്ലോ. ഇന്ന് എല്ലാവരും ക്യൂലാണെന്ന് പറഞ്ഞല്ലോ, ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ടപ്പേതന്നെ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലൊക്കെ മാറ്റി വെച്ചു. ചായ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടൻ. നമ്മുടെ ചപ്പാത്തി ചുടൽ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു ചപ്പാത്തി ഉണ്ടെന്ന് കരിഞ്ഞു പോയിട്ടോ. അതെല്ലാം കൂടെ ഒറ്റ സമയത്ത് ചെയ്യണമുണ്ട് ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയി. ഇത്തിരി ഒരു ഭാഗം കേട്ടോ, അതിൻ്റെ അപ്പുറത്തെ ഭാഗം കഴിക്കാം. എന്നാലും കളയൊന്നുമില്ല, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ഞാൻ കളഞ്ഞില്ല, ഗ്രേവി ഉള്ളതല്ലേ, അത് നമുക്ക് ചപ്പാത്തി ഇങ്ങനെ തുടച്ച് കഴിക്കാമല്ലോ, എന്തിനാ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതും മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളെല്ലാം കൂടെ അവിടെ ഇതിന് ടേബിളിൽ നിന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലെങ്കിലും നമ്മുടെ ഡൈനിങ് ടേബിള് നമ്മൾ കൊണ്ടുവച്ചിട്ട് 4 ആൾക്കുള്ളത് വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പൂജിറ്റി പറയാം, ഇനി അടുത്തത് മോളുടെ ചാനലിൽ ഇപ്പോൾ ആരും അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇപ്പോൾ പറയാറില്ലെങ്കിലും ഇനി കുറേയൊക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു വെള്ള പ്ലേറ്റില്ലേ, ആ പ്ലേറ്റ് എനിക്ക് ഫോണ് വാങ്ങിയപ്പോൾ, നമ്മുടെ ഈ ഫോണ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു ഓണസമയത്താണ് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ 2-3 സെറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പൊട്ടണ പ്ലേറ്റിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇവർക്ക് ആർക്കും ഇത് വലിയ താല്പര്യമില്ല, കയ്യിൽ നിന്ന് പൊട്ടും അല്ലെങ്കിൽ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്കിത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മിക്കതും ഞാൻ ഇതിലാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അവൾ ഇന്നെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. പിള്ളേർക്കൊക്കെ സ്റ്റീൽ പ്ലേറ്റിലും അമ്മ ഇങ്ങനത്തെ പ്ലേറ്റിലും ഇങ്ങനെയൊക്കെ എല്ലാവരെയും നെഗറ്റീവ് പറയാറുണ്ട്. അപ്പോൾ നമ്മളെയും പറയുന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഞാനതൊക്കെ ചിരിച്ച് തള്ളിയിട്ട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ വിളമ്പി എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷാജേട്ടനും പൂജുട്ടിയും ഇവിടെ അപ്പുറമുണ്ട്, താഴെയല്ല, നമ്മുടെ പടിയുടെ മേലെ ഇരിക്കുന്നുണ്ട്. വീഡിയോയിൽ നിൽക്കണല്ലേ, അതുകൊണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നിന്നത് കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരു 100 രൂപയുടെ ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വരട്ടാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ പൂജുട്ടി എല്ലായിടത്തും അടിച്ച് വാരി അലക്കലൊക്കെ കഴിഞ്ഞ് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാൻ ഇനി വേഗം ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ചോറ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, റേഷനറി അല്ലേ. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പായസമായിട്ട് പോകും. എനിക്ക് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. റേഷനറി ഇങ്ങനെ നമ്മൾ നോക്കി നിന്നിട്ട് റെഡിയാക്കണം, ഇല്ലെങ്കിൽ അത് അങ്ങോട്ട് വെന്ത് പോകും കേട്ടോ. അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് റേഷനറിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചോറായി. നമ്മളിതാ ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് എന്നത്തെയും പോലെ തന്നെ കേട്ടോ, വെളുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ പച്ചമുളക് എല്ലാം കൂടെ നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമുക്കൊരു 2-3 മാങ്ങ കണ്ണൻകുട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് അപ്പോഴേക്കപ്പം നമ്മൾ അച്ചാറിടല്ലേ. ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, അച്ചാറുണ്ടാക്കിയിട്ട് ഇങ്ങനെ അലിയാൻ വേണ്ടിയിട്ട് പാടില്ല, അങ്ങനെ അതിൻ്റെ ഒരു കറുമുറ് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഞാൻ മാറ്റി വെച്ചു. 2 വെച്ചിട്ട് നമുക്കിപ്പോൾ മുളക് പൊടി, ഉപ്പും വെളിച്ചെണ്ണയും മാത്രം മതി കേട്ടോ. വറുത്തിടൊന്നും വേണ്ട, കടുക് പൊട്ടിക്കൊന്നും വേണ്ട. പക്ഷെ നല്ല ടേസ്റ്റ്, അവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അങ്ങനത്തെ അച്ചാർ. അപ്പോൾ ഞാനിതിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൂജിട്ടിനോട് സംസാരിക്കാണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വായിക്കൊരു ഒഴിവില്ലാതെ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് മാങ്ങ അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുനുകുനാന്നൻ അരിയണം. എനിക്ക് അങ്ങനത്തെ മാങ്ങാച്ചാറാണ് ഇഷ്ടം കേട്ടോ. നമ്മുടെ ഈ ഇതിനെക്കാട്ടിലും കുനുകുന അരിയില്ലേ, നമ്മുടെ സദ്യയിലൊക്കെ ഉണ്ടാവുമല്ലോ അച്ചാർ, തറ കുനുകുനായിട്ടാണ് അരിയുക, അങ്ങനെയുള്ള അച്ചാറാട്ടോ എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ ചെത്തുമാങ്ങ അങ്ങനെ ചെത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആ ചെത്തുമാങ്ങ അച്ചാറിലേക്ക് ഉലുവയും കടുകൊക്കെ പൊടിച്ച് വറുത്ത്, കായും ഉലുവയൊക്കെ പൊടിച്ചിടില്ലേ, അങ്ങനെയുള്ള അച്ചാറാണ് ഇത്തിരിയും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ ഉപ്പും മുളകും പുരട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് കനം കുറച്ച് അരിയണമെന്നോ ഇങ്ങനത്തെ ഷേപ്പിൽ അരിയണമെന്നൊന്നുമില്ല. ചെത്തിയിട്ടാലും ഈ പച്ചമാങ്ങയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. മാങ്ങ, ചക്ക ഇതൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ്. നമുക്കാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ ഇനി. അപ്പോൾ എവിടെന്നെങ്കിലും കിട്ടുമ്പോഴേക്കും ഭയങ്കര ആക്രാന്തമാണ് കേട്ടോ. ആക്രാന്തം വെച്ചാൽ ഭയങ്കര കൊതിയാണ്. അത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെത്തി അരിഞ്ഞിട്ടിട്ട് ഞാൻ അതിലേക്കുള്ള മഞ്ഞപ്പൊടിയല്ല സോറി, മുളക് പൊടി, ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തിരുമ്പി മാറ്റി വെച്ചു. ഇനി നമ്മുടെ ചിക്കനിലേക്കുള്ള ഈ ഉള്ളിയും തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ടപ്പോൾ അതിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി അങ്ങോട്ട് മൂത്ത് വന്നാൽ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പാട് കേട്ടോ. ഇത് നമ്മൾ അധികം കറി ആയിട്ടല്ല, ഒന്നുകൂടെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്ന് വെച്ചതിൻ്റെ ശേഷം എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നങ്ങോട്ട് ടേസ്റ്റ് പിടിച്ച ആ സംഭവം മാത്രമേ കേട്ടോ ഇവിടെ പിള്ളേർക്ക് പറ്റുള്ളൂ.
പിന്നെ അതൊന്നും മാറണം എന്നുണ്ടെങ്കിൽ അടുത്ത ടേസ്റ്റിൽ വേറെ എന്തെങ്കിലും നമ്മൾ മാറ്റി ഉണ്ടാക്കണം. അതിന് ഇവർ സമ്മതിക്കില്ല. അപ്പം അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം ഇന്നും കൂടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. അതിന് അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ മസാലയൊക്കെ അതിലേക്ക് ആവണ രീതിയിൽ ഇളക്കി മറിച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കും. ഞാനൊരു 5 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൂജിറ്റി വീഡിയോ എടുത്ത് തരണ കാരണം എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ ചെയ്യണത് വിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അത് കാരണം ചൂടുവെള്ളം അതിൽ ഒഴിച്ചത് ഇതിനകത്തും ഇല്ല, നമ്മുടെ മുട്ട റോസ്റ്റിനകത്തും ഇല്ല. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ കുക്കാവുന്നത്. അപ്പോൾ അതിങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളത് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനകത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കി മിസ്സിങ്ങാണ്. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതൊക്കെ നല്ല വെന്ത് വന്നൊന്ന് പറ്റി വന്നപ്പോൾ നമ്മൾ കുറച്ചധികം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇല്ല കേട്ടോ, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മുടെ ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട. ഏത് ചൂട് ചോറും ഈ ചൂട് ചിക്കൻ വരട്ടിയതും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. നമുക്കത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് തുടക്കൽ കഴിഞ്ഞിട്ട് പൂജിട്ടി അടിച്ച് വാരിയതാണല്ലോ. അപ്പോൾ എല്ലായിടത്തും ഞാൻ തുടച്ചിട്ട് ഇനി നേരെ അങ്ങോട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ചൂടാണ്, അസല് ചൂടാട്ടോ ഇവിടെ, അസാധ്യ ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ? എല്ലായിടത്തും ചൂടുണ്ടാവും, പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ചധികം ചൂടുണ്ടാവുമല്ലോ അല്ലേ, പാലക്കാട് ആ ഭാഗത്തൊക്കെ. നമ്മുടെ അവിടെ ആവശ്യത്തിന് അപ്പുറം ചൂടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സുകളൊക്കെ പൂജിട്ടി മടക്കി വെച്ചതാണ്, 2 ദിവസത്തെ മടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാറില്ലേ, മടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പുറത്ത് പോകുന്ന ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതവിടെ അങ്ങനെ ഇരുന്നതാണ്. ഇനിയിപ്പോൾ അതാത് ആൾക്കാരുടെ ഇടയിലേക്കല്ല, അതാത് ആൾക്കാരുടെ ഡ്രസ്സ് വയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവിടെ അത് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലായിടും തുടച്ചു, കിച്ചണും തുടച്ചു കഴിഞ്ഞു, ഫുഡും കാര്യങ്ങളൊക്കെ ആയി റെഡിയായി. ഇനി കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാമുണ്ണാത്രേ ഉള്ളൂ കേട്ടോ. ഈ തുടയ്ക്കണത് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. ഇപ്പം ഇങ്ങനെ കുറച്ച് കാണിക്കുന്ന പോലെയല്ല, അവിടെ ഉള്ളിലൊക്കെ കുറച്ചധികം സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തുടച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഊപ്പാടെ ഇളകും കേട്ടോ. ഈ ചൂടും കൂടെ ആകുമ്പോൾ ഈ പണികളൊക്കെ ഞാൻ പറയുമ്പോൾ ഈ ചൂട് കാലത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, രാവിലെ നിന്ന് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നേ. പക്ഷെ എന്താ അറിയോ, ഈ ഒരു പുലർച്ചെയാണ് നമുക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ ഷാജേട്ടൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം നേരത്തെ കാലത്ത് നീക്കാൻ വേണ്ടിയിട്ടും പറ്റാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കി നമ്മളിതാ ചൂട് ചോറും നമ്മുടെ ചിക്കൻ പെരട്ടും മാങ്ങച്ചാറും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ണൻകുട്ടിയും പൂജിട്ടി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പൂജിട്ടി വീഡിയോ പിടിച്ചിരിക്കുക, കണ്ണൻകുട്ടി ചോറ് കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കൊതി മൂത്ത് ഇരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അവിടെ ഇരുന്നോന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കൽ കഴിയേണ്ടവരെ എൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാനും പൂജിട്ടിയും കൂടെ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കിടക്കും. ഉറങ്ങുമൊന്നുമില്ല, കുറച്ച് നേരം ഇങ്ങനെ കിടക്കും, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഏറെ കഴിഞ്ഞൊരു 20 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീട്ടിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടികളായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഓട്ടപ്പാച്ചിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നീറ്റ് ഓടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞൊരു വീഡിയോ ആണേ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.